കസ്റ്റമറോട് നോ പറയാൻ അറിയില്ലാത്ത ആൾക്കാരോടാണ് എനിക്ക് പറയുന്നത്. അറിയില്ലാത്ത നല്ല പേടിയുള്ള എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടാവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കസ്റ്റമറോട് നോ പറയാൻ. അവരിപ്പോൾ അഡീഷണൽ ഇന്ന കാര്യം ചെയ്തു തരുമോ ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സർ ചെയ്യാം തരാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ടൈമാണ് കൊല്ലുന്നത്. കാരണം അതൊരു നല്ല രീതിയല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നത്, അത് നമ്മുടെ സർവീസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന് വാല്യൂ ഉണ്ടാവുമോ, അത് നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുമോ? അത്രയേ ഉള്ളൂ നമ്മുടെ ബ്രാൻഡ് വാല്യൂ. നമ്മുടെ ബ്രാൻഡ് വാല്യൂ അവർക്ക് ഫീൽ ചെയ്യില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പ്രൊഡക്റ്റോ സർവീസോ എന്നല്ല, വേറെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നോ പറയുക. ഒറ്റ ഒരു കസ്റ്റമറോട് അങ്ങനെ പറയേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരോടും പറയും. പറയുന്നത് മാത്രമല്ല, ആ ഒരു കസ്റ്റമറോട് നമ്മൾ നോ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിലും വലിയ കസ്റ്റമറെ പിടിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് തന്നെ കിട്ടും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. അപ്പം നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ ഇങ്ങനെ ഒരു ക്ലയന്റ് വന്നിട്ട് നമുക്ക് എടുത്തിട്ടില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ചതല്ലേ, നമുക്ക് ഇനിയും കിട്ടും എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ ക്ലയൻസ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് ഇതെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കസ്റ്റമർ എടുത്താൽ നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോ പറയുക. ആദ്യമേ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവസാനം വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അയ്യോ സാർ നോ സാർ ചെയ്യാൻ പറ്റില്ല സാർ അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാതെ തന്നെ ആദ്യമേ തന്നെ കസ്റ്റമർ അടുത്ത് നോ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോ പറയുക. അല്ലാത്ത കാര്യങ്ങൾ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുക.